ഹലോ, അപ്പോൾ എൻ്റെ ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു അടിപൊളി കപ്പുച്ചീനയാണ് ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നപ്പോൾ അതേ രീതിയിൽ തന്നെ അതേ പെർഫെക്ഷനിൽ തന്നെ വീട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെറും 3 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കപ്പുച്ചീനോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് സമയം കളഞ്ഞ് നേരെ എങ്ങനെയാണ് കപ്പിച്ചീനോ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ കാപ്പിച്ചീനോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ കോഫി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ 3 പേർക്കുള്ള കാപ്പിച്ചീനോയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ 2 രൂപയുടെ സാഷേ 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ പാക്കറ്റ് ഒന്ന് കട്ട് ചെയ്ത് ഈ പൊടികൾ നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് ചേർക്കാം. പാത്രം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രം വേണം എടുക്കാനേ. ഞാൻ കോഫി പൗഡർ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ 3 പാക്കറ്റ് കോഫി പൗഡർ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിനായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ വിസ്ക് ഉണ്ടെങ്കിൽ ഈ വിസ്ക് വെച്ച് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നിങ്ങൾക്കിത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് ബീറ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ ബീറ്റർ ചെയ്യുന്ന അതേ കാര്യം തന്നെ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെറിയ പാത്രത്തിലോ കപ്പിലോ എന്തിൽ വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയ പാത്രമോ കപ്പോ എടുക്കുകയാണെങ്കിൽ ബീറ്ററിൻ്റെ 1 ബ്ലേഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ ബീറ്ററിൻ്റെ 1 ബ്ലേഡ് ഇട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിത് ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ നിറം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ നിറം മാറി നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ എത്തണം. അപ്പോൾ ഇപ്പം നമ്മൾ നല്ല സ്റ്റിഫ് ക്രീമിയാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ സെയിം പ്രോസസ്സ് നിങ്ങൾക്ക് മിക്സിയിലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. മിക്സിയിൽ നമ്മുടെ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് കാര്യം കഴിയും. നമുക്കിനി കാപ്പുച്ചീനോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് തിളപ്പിച്ച പാല് നല്ല ചൂടോടെ തന്നെ നമുക്ക് കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഭാഗമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ കപ്പിൻ്റെയും 1/4 ഭാഗം നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു കോഫിയുടെ ക്രീം നമ്മൾ ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ക്രീം ഒഴിച്ച് നമ്മുടെ കോഫി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും. കപ്പുച്ചീനോ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പുച്ചീനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനോട് കൂടിയാണ് നമ്മൾ ഈ കപ്പുച്ചീനോ എന്നിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും ഈ കപ്പുച്ചീനോ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്.